ISLന്റെ രണ്ടാം ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഒഡീഷ FC-യോട് 1-നെതിരെ 2 ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിയതിനു പുറമെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആരാധകരുടെ രോഷപ്രകടനം കടുത്തിരിക്കുകയാണ്. സൂപ്പർ കപ്പിലെ തോൽവിക്ക് തുടർച്ചയെന്നോണം ISLലെ തോൽവി കൂടി ആയപ്പോൾ ആരാധകരുടെ പ്രതിഷേധവും കടുത്തിരിക്കുകയാണ്. ഒഡീഷയ്ക്കെതിരെ ആദ്യ പകുതിയിൽ മികവ് കാണിച്ച ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അലസമായി കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഗോളിന്റെ ലീഡിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ 4 മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോളുകളാണ് വഴങ്ങിയത്. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. നല്ലൊരു അവസരം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞില്ല. തിരിച്ചൊരു ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടതുമില്ല. മൊത്തത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും മോശം പ്രകടനം തന്നെയായിരുന്നു രണ്ടാം പകുതിയിൽ. ഇതിൽ പ്രധാനമായും ആരാധകർ എടുത്തു പറയുന്നത് മധ്യനിര താരമായ ഡാനിഷിന്റെ മോശം പ്രകടനത്തെ പറ്റിയാണ്. നിരവധി മിസ്പാസുകളായിരുന്നു താരത്തിന്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. ഏതാണ്ട് 12 തവണയാണ് ഡാനിഷ് തന്റെ കാലുകളിൽ നിന്നും ബോൾ നഷ്ടപ്പെടുത്തിയത്. ഒരു മധ്യനിര താരത്തിൽ നിന്നും ഇത്രയധികം ബോൾ പൊസിഷൻ നഷ്ടമാകുന്നത് ഒരു ടീമിനെ സംബന്ധിച്ച് ഗുണകരമല്ല. അതിനാൽ താരത്തിനെതിരെയും ഇത്രയും പരിതാപകരമായ പ്രകടനം നടത്തിയിട്ടും ഡാനിഷിനെ പിൻവലിക്കാതെ ഇരുന്നതിൽ ഇവാനെതിരെയും ആരാധകരുടെ വിമർശനം ഉയരുന്നുണ്ട്. അതുപോലെ കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്താനും ഇവാന് കഴിയുന്നില്ല എന്നാണ് ആരാധകർ ഉയർത്തുന്ന ആരോപണങ്ങൾ. ഒരു പരിധിവരെയും അത് ശരിയുമാണ്. ഈ സീസണിൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ യൂക്കോമനോവിച്ചിന്റെ സൈഡിൽ നിന്നും കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ തോൽക്കേണ്ടി വന്ന അവസരങ്ങൾ വരെയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി ഇവാൻ യൂക്കോമനോവിച്ചിനും ആരാധകരുടെ പ്രതിഷേധം കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.